നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് കമ്പനി ബോർഡിന്റെ കൺഫ്യൂസിങ് ചോദ്യങ്ങളുമായിട്ട്. കുറേ കൺഫ്യൂസിങ് ചോദ്യങ്ങൾ കഴിഞ്ഞു അല്ലേ? പഠിക്കാത്തവർ ആദ്യം തൊട്ടേ അങ്ങ് പഠിച്ചു പോകണം. യൂട്യൂബിൽ കിടപ്പുണ്ട് ആ ക്ലാസ്സുകളെല്ലാം. ഓരോരുത്തരോടും പറയുകയാണ്, വാശിയോടുകൂടി പഠിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, കിട്ടും, ജോലി ഉറപ്പായിട്ട് കിട്ടും. സ്കൂൾ ടെസ്റ്റുകൾ റിവിഷൻ നടത്തണം. ഇനി ഞാൻ സ്കൂൾ ടെസ്റ്റിലെ കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് അടുത്ത ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. സ്കൂൾ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പുതിയ സ്കൂൾ ടെസ്റ്റും പഴയ സ്കൂൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കുറെ കൺഫ്യൂസിങ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓരോ ചാപ്റ്റർ അനുസരിച്ചോ അല്ലെങ്കിൽ ഓരോ ക്ലാസ്, ഇപ്പൊ 5ാം ക്ലാസ് 6ാം ക്ലാസ്, അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും വാശിയോടുകൂടി ഇവിടെ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെക്കുക. വേറെ ഒന്നും നോക്കണ്ട. ഇനി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് കാണും, പെൻഡിങ്ങിലായി കാണും, വിഷമങ്ങൾ കാരണം പഠിക്കാൻ തോന്നുന്നില്ലായിരിക്കും, ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി കാണും. ആയിക്കോട്ടെ, എന്ത് വന്നാലും പരീക്ഷകൾ കഴിഞ്ഞാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. പരീക്ഷയ്ക്ക് ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വിഷമിച്ചിട്ടോ വെപ്രാളപ്പെട്ടിട്ടോ കാര്യമില്ല. അതിനു മുമ്പ് മാക്സിമം തീർക്കാനുള്ളത് തീർക്കുക. അതാണ് നിങ്ങളുടെ ജോലി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും ഒന്ന് സേഫായാൽ നിങ്ങൾ അതിനെ തരണം ചെയ്യാൻ അതിനപ്പുറം പഠിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു കൂട്ടിയാൽ മുന്നോട്ടുള്ള യാത്രകൾ നിങ്ങൾക്ക് സുഖമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ ഒരു നല്ലൊരു ജോലിക്ക് പോകണമെന്ന്? ആ രാവിലെ എഴുന്നേറ്റ് ആ ഗവൺമെന്റ് ജോലിയിലോട്ട് പോകുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കെ. വൈകുന്നേരം തിരിച്ചു വരുന്നു, എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നൊക്കെ പറയുന്ന ആ ഒരു രംഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കെ. പിന്നെ കയ്യിൽ നിശ്ചിത തുക ഒരു മാസമാകുമ്പോൾ നിങ്ങളുടേതായ അക്കൗണ്ടിലേക്ക് വരുന്ന ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കെ. ഇതിനൊക്കെ വേണ്ടിയല്ലേ, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ കുറച്ച് ഒന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്വപ്നങ്ങൾ കൊച്ചു സ്വപ്നങ്ങൾ പൂവണിഞ്ഞ് വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നു അല്ലെ? ഓരോ പ്രൊമോഷനൊക്കെ കിട്ടി പോകുന്നത്. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രകളിൽ എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങളുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാം ചെയ്തു തരും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ഓർഡർ ആക്കണം, റിവിഷൻ നടത്തണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ വാശി കിട്ടി എനിക്കിത് കിട്ടും, ഈ ജോലി കിട്ടും എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ അത് തന്നെ പറയണം. എനിക്ക് ഈ ജോലി കിട്ടിയിരിക്കും, ഞാൻ അത്രമാത്രം പോർഷൻ കവർ ചെയ്യുന്നുണ്ട്, റിവിഷൻ ആവുന്നുണ്ട് എന്ന രീതിയിൽ മുന്നോട്ട് പോയി നോക്കെ. തീർച്ചയായിട്ടും കിട്ടിയിരിക്കുമെന്നേ, വേറെ ഒന്നും. പിന്നെ പലതും മറന്നു പോകും, പഠിച്ചത് മറന്നു പോകുന്നു, തിരിഞ്ഞു പോകുന്നു, വർഷങ്ങൾ കിട്ടുന്നില്ല. ആയിക്കോട്ടെ, എല്ലാവർക്കും ഉള്ള ചോദ്യങ്ങൾ തന്നെ. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ വിഷമിച്ചു കുത്തിയിരിക്കാനുള്ളതല്ല. പഠിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. പക്ഷെ വീണ്ടും ആ ഭാഗങ്ങളും റിവിഷന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അതൊക്കെ അങ്ങ് ലയിക്കും. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. മാത്സ് ഒക്കെ ശ്രദ്ധിച്ചോണേ. മാത്സ് ഒക്കെ കുറേച്ച്, ചിലപ്പോൾ ചിലവർക്ക് മാത്സ് ഒന്നും ഒട്ടും ലെവലില്ലാത്തവർ കാണും, ചിലതൊന്നും കിട്ടുന്നില്ല സാറേ. കിട്ടുന്ന മാത്സ് ആദ്യം പഠിക്കുക. അതായത് കൊച്ചു മാത്സുകൾ ഉണ്ടല്ലോ, LCM HCF കാണുക, അല്ലെങ്കിൽ ഭിന്നസംഖ്യ ചെറുതേത് വലുതേത് കാണുക, ശരാശരിയുടെ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതീന്ന് പഠിച്ചു വരുമ്പോൾ ആ മാത്സും അങ്ങ് ഇഷ്ടപ്പെടുമെന്നേ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുതേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിച്ചോണേ. കറണ്ട് അഫയേഴ്സിലും മാർക്ക് സ്കോർ ചെയ്യണേ. ഏറ്റവും നല്ല റാങ്ക് കിട്ടണമെങ്കിൽ അതുമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ കൊച്ചു പിള്ളേരൊന്നും അല്ല. ഏതിലൊക്കെയാണ് കൂടുതൽ? സയൻസിന് ഒരു ഇച്ചിരി ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യണമെന്നല്ല, എല്ലാ ദിവസവും സയൻസിനും കൂടെ ഒന്ന് മാറ്റി വെച്ചോക്കെ. ഇഷ്ടപ്പെടുമെന്നേ. സയൻസ് ഇപ്പൊ ആണ്ടിൽ ഒരിക്കൽ എടുക്കാൻ നിൽക്കല്ലേ. ബാക്ടീരിയ, വൈറസ് രോഗങ്ങളോ രോഗവിശേഷണങ്ങൾ, കരള്, ഹൃദയം, അതുപോലെ ശ്വാസകോശം, അല്ലെങ്കിൽ ഗ്രന്ഥികൾ, ഹോർമോണുകൾ, ആവർത്തന പട്ടിക, ആറ്റം അല്ലെങ്കിൽ തന്മാത്ര, അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, പ്രകാശം, ഇതൊക്കെ ഇച്ചിരി അങ്ങ് പഠിക്കണേ. ഇപ്പോഴേ എല്ലാ ദിവസവും ഒരു ഇച്ചിരി നേരം അങ്ങ് സയൻസിന് മാറ്റി വെക്കുക കേട്ടോ. അപ്പൊ ആ സയൻസ് ഇഷ്ടപ്പെടുകയും ചെയ്യും. സയൻസിൽ എല്ലാ ഭാഗവും, അല്ല ഫുൾ ടൈം അങ്ങ് സയൻസ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി മണിക്കൂർ പഠിക്കണമെന്നോ പറയുന്നില്ല. കുറേശ്ശെ സയൻസ് പഠിച്ചു വരുമ്പോൾ പോർഷൻ അങ്ങ് തീരും. പോർഷൻ തീരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വരും, ഞാൻ പഠിച്ചു തീർന്നല്ലോ, പിന്നെയും സയൻസ് ഒന്നും കൂടെ ഒന്ന് തുടങ്ങട്ടെ. ആവർത്തന പട്ടിക, അറ്റോമിക് നമ്പറുകൾ അല്ലെ, ഏറ്റവും അവസാനത്തെ മൂലകങ്ങളുടെ പേരുകൾ, അതുപോലെ പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ പേരുകൾ, അതുപോലെ സയൻസിലെ ഫിസിക്സിലെ അളവുകൾ, യൂണിറ്റുകൾ, രാസമാറ്റം, ഭൗതിക മാറ്റം, ഇതല്ലേ ഊർജ പരിവർത്തനങ്ങൾ, അതായത് ഡൈനാമോയുടെ പ്രവർത്തന തത്വം എന്ത്, അളവുകൾ, യൂണിറ്റുകൾ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണേ. ആ വാതക നിയമങ്ങളൊക്കെ നോക്കണേ കേട്ടോ. പാസ്കൽ നിയമം, അതൊക്കെ ഇല്ലേ, ബോയിൽ നിയമം, ചാൾസ് നിയമം, ഇതൊക്കെ ഒന്ന് നോക്കണേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു അധ്യാപകൻ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുന്നത് കൊണ്ടാണ്. വർഷങ്ങളായി എന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലുള്ള പരീക്ഷകൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ കാണുന്നത് കൊണ്ട് പറയാം. ചിലപ്പം പുതിയ ആൾക്കാർക്ക് ഇതൊക്കെ എന്തോന്ന്. പക്ഷേ പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ടോപ്പിക്ക് കറക്റ്റ് ഓർഡർ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റിവിഷൻ നടത്തി ഹാളിൽ പോയി ആത്മവിശ്വാസത്തോടെ എഴുതണമെങ്കിൽ എക്സ്പീരിയൻസ് ആവണമെങ്കിൽ വർഷങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പല തവണ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് റിവിഷനിലാണ് അതിനെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ എന്താ? റിവിഷൻ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത്, ഇതിനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ അവർ 5 വർഷം കൊണ്ട് പഠിക്കുന്നു
10 വർഷം കൊണ്ട് പഠിക്കുന്നു, ഞാൻ അങ്ങോട്ട് ആയതേ ഉള്ളൂ, എനിക്ക് കിട്ടുമോ, എനിക്കെല്ലാം അങ്ങനൊന്നുമില്ല. അങ്ങനെ നിങ്ങളും അവരും എല്ലാം ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് തന്നെയാണ് ആ ജോലി എന്ന രീതിയിൽ മുന്നോട്ട് പോകുക. അല്ലാതെ അവരൊക്കെ 5 വർഷം കൊണ്ട് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നു, ഞാനൊക്കെ അങ്ങ് മറന്നു പോകുന്നു, എനിക്കൊന്നും തലയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ. അതൊന്നും അവിടെ ഒരു ചോദ്യമല്ല. നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ ജോലി കിട്ടണമെങ്കിൽ, പിന്നെ എന്തിനാ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള ചിന്താഗതികൾ വരുന്നത്? നെഗറ്റീവ് ചിന്താഗതികൾ മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും പോസിറ്റീവ് ചിന്താഗതിയിൽ മുമ്പിൽ വരുന്നു. ഇഷ്ടംപോലെ പരീക്ഷ വരുന്നില്ല ഇവിടെ. കമ്പനി ബോർഡ് LGS വരുന്നു, VFA വരുന്നു, വെബ്കോ വരുന്നു, പോലീസ് വരുന്നു, ഫയർഫോഴ്സ് വരുന്നു, എക്സൈസ് വരുന്നു. എത്ര പരീക്ഷകളായിട്ട് എന്തും 12th ആയിട്ടും ഡിഗ്രി ലെവൽ പരീക്ഷകൾ എത്ര വരുന്നു? പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇതല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും, അല്ലെങ്കിൽ എന്താ, എല്ലാം കിട്ടും. മുമ്പിൽ വരുന്ന എല്ലാത്തിലും ചിലപ്പോൾ നിങ്ങൾ വരും. പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക. നമ്മൾ അംഗം കുറിക്കേണ്ട എന്റെ കത്തിയടി, ചിലവർക്കോ ഇയാളുടെ കത്തിയടി കേട്ട് 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 മാടത്ത് ഇയാൾ എന്നും പടി 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 പടി, ഇത് മാത്രമേ ഇയാൾക്ക് പറയുള്ളൂ. പിന്നെ ഞാൻ എന്താ പറയണം? നിങ്ങളെന്ന് പറഞ്ഞ എന്തോ ഞാൻ പിന്നെ പറയട്ടെ? നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വരെയല്ല ഒരു അധ്യാപകനോട് ഒന്ന് പരിഗണിക്കുക. കാരണം ഒരു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. ലക്ഷക്കണക്കിന് പേര് എഴുതിയ 200 പേര് 500 പേര് 1000 പേര് അല്ലേ എടുക്കുന്നത്. അത് നമുക്ക് അറിയാം. LDC ആയാലും LGS ആയാലും നിങ്ങൾ കാണുന്നതല്ലേ ഇവിടെ. അപ്പൊ അതിൽ ഒരാളാകുക എന്നുള്ളതിൽ ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഒരു അധ്യാപകൻ നിൽക്കണം. കാരണം എന്താ, അതിൽ ഒരാളാവേണ്ടത് ഹൈ ലെവൽ ടാലന്റ് ഉള്ളവനാവണമെന്നല്ല. അതിനുവേണ്ടി ശ്രമിച്ച് അതിനുവേണ്ടി റിവിഷൻ നടത്തി ഹാളിൽ ആത്മവിശ്വാസത്തോടെ പോയി നല്ല രീതിയിൽ പഠിച്ച ചോദ്യങ്ങളൊക്കെ വന്ന് സന്തോഷത്തോടെ ഇറങ്ങി വരുന്നവരൊക്കെയല്ലേ ജോലി കിട്ടുന്നത്. അതിലൊരാളാകുക അടുത്ത നിങ്ങൾ ആകത്തില്ലേ? ആകണം. മുന്നോട്ട് പോവുക. നമുക്കൊന്ന് കമ്പനി ബോർഡിന്റെ കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഈ പ്രീവിയസ് ഇതുവരെ ചോദിച്ച ചോദ്യ പേപ്പറിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന കുറേ നല്ല ചോദ്യങ്ങൾ. ഇന്ന് ഞാൻ ഒത്തിരി നല്ല ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റും ഇത്രയും ചോദ്യം സാർ ഇന്ന് എങ്ങനെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ കളക്ഷൻസ് ഉണ്ട്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അപ്പോഴെ കുറിച്ചു വെക്കും. അതുകൊണ്ടാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കേ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക്. ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണെന്ന് അറിയാമോ? കുന്നത്തൂർ താലൂക്ക, കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കാണ്. അപ്പൊ ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ഏറനാട് മലപ്പുറം ജില്ലയിലെ ഏറനാട്. ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ്. ഏറനാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ, നമ്മളിലെ മലബാർ കലാപം നടന്ന മേഖല ഏതാന്ന് ചോദിക്കത്തില്ലേ? കേരളത്തിൽ മലബാർ കലാപം നടന്നത് 1921 എവിടൊക്കെയാ? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകൾ അല്ലേ? കേരളത്തിൽ മലബാർ കലാപം നടന്നത് എവിടാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കിലാന്ന് പറയാറില്ലേ? ഈ മലബാർ കലാപം ഏത് വർഷമാ? 21 അല്ലേ? 1921 തന്നെ അല്ലേ വാഗൺ ട്രാജഡിയും ആണ്. മലബാർ കലാപവും വാഗൺ ട്രാജഡി ഏത് വർഷമാണ്? 1921 തന്നെയാണ് അല്ലെ? മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ സ്ട്രേഞ്ച് കമ്മീഷൻ അല്ലെ? മലബാർ കലാപങ്ങൾ അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? സ്ട്രേഞ്ച് കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ അല്ലേ? ആണ്. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? നേപ്പ് കമ്മീഷൻ. മലബാർ കലാപം അന്വേഷിച്ചത് സ്ട്രേഞ്ച് കമ്മീഷൻ. ഇനി നമുക്കൊരു വില്യം ലോഗൻ കമ്മീഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? മലബാറിലെ മാപ്പിള കലാപങ്ങൾ അന്വേഷിച്ച കമ്മീഷൻ ഏതാന്ന് ചോദിച്ചിട്ടില്ലേ? മലബാറിലെ മാപ്പിള കലാപങ്ങൾ അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. വില്യം ലോഗൻ. എന്താ? മലബാർ മാനുവൽ എഴുതിയതാര്? മലബാർ മാനുവൽ എഴുതിയതാരാണ്? വില്യം ലോഗനാണ് മലബാർ മാനുവൽ എഴുതിയത്. നമുക്കൊരു 3 മാനുവൽ അല്ലേ? തിരുവിതാംകൂർ മാനുവൽ എഴുതിയതാര്? കൊച്ചി മാനുവൽ എഴുതിയതാര്? മലബാർ മാനുവൽ എഴുതിയതാര്? ഒന്ന് പറഞ്ഞേ. മലബാർ മാനുവൽ ഇപ്പൊ നിങ്ങൾ പഠിച്ചു. മലബാർ മാനുവൽ എഴുതിയതാരാ? വില്യം ലോഗനാണ്. തിരുവിതാംകൂർ മാനുവൽ എഴുതിയത്, തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് നാഗമയ്യ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എഴുതിയതാരാണ്? നാഗമയ്യ. കൊച്ചി സ്റ്റേറ്റ് മാനുവൽ എഴുതിയതാരാ? കൊച്ചി മാനുവല് അത് സി അച്യുതമേനോനാണ്. കൊച്ചി സ്റ്റേറ്റ് മാനുവൽ എഴുതിയതാരാ? സി അച്യുതമേനോൻ. അപ്പൊ 3 മാനുവൽ പഠിച്ചേ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് നാഗമയ്യ, കൊച്ചി സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് സി അച്യുതമേനോൻ, മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? വില്യം ലോഗൻ. എന്നാണ് മലബാർ കലാപം? 21. വാഗൺ ട്രാജഡി എന്ന 21. വാഗൺ ട്രാജഡി സ്മാരകം എവിടാ? തിരൂര്. മലപ്പുറം ജില്ലയിലെ തിരൂരല്ലി വാഗൺ ട്രാജഡി സ്മാരകം. തിരൂര്. എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള തിരൂര്? മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? അല്ലെ? മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലപ്പുറം ജില്ലയിലെ തിരൂര്. തുഞ്ചത്ത് എഴുത്തച്ഛൻ ജനിച്ചത് എവിടെ? മലപ്പുറം ജില്ലയിലെ തിരൂര്.
തിരൂര് അല്ലെ. മലബാർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാറാണ്. നമ്മുടെ ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആയില്ലേ, അദ്ദേഹമാണ്. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? കെ ജയകുമാറാണ്. അപ്പൊ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനവും തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചത് എവിടാണ്? തിരൂരാണ്. വാഗൺ ട്രാജഡി സ്മാരകം തിരൂരാണ്. പിന്നെ ഒരു തിരൂര് പഠിച്ചിട്ടുണ്ടല്ലോ, എന്താ തിരൂര്? നമ്മുടെ കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് തിരൂരല്ലേ? ബേപ്പൂർ മുതൽ തിരൂർ വരെ വർഷം 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ വർഷം ഓർമ്മ വേണേ. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ്. കുന്നത്തൂർ കൊല്ലം ജില്ലയിലല്ലേ? കൊല്ലം ജില്ല എന്ന് കേട്ടാൽ എന്താ ഓർമ്മ വരുന്നേ? തോമസ് കോട്ട ഏത് ജില്ലയിൽ അല്ലെ? തോമസ് കോട്ട, തങ്കശ്ശേരി കോട്ട, ഇതൊക്കെ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലല്ലേ ഇവിടെ നീണ്ടകര തുറമുഖം കൊല്ലം ജില്ലയിലാണ്. എന്താ പഠിക്കുന്നത്? ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീണ്ടകര തുറമുഖം ഏതാണ്? ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. മൺട്രോത്തുരുത്ത് കൊല്ലത്തല്ലേ? മൺട്രോത്തുരുത്ത് അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന മൺട്രോത്തുരുത്ത് എവിടാണ്? കൊല്ലം ജില്ലയിലാണ്. അതേപോലെ ചടയമംഗലം ജഡായു പാർക്ക് കൊല്ലത്തല്ലേ? ഏറ്റവും വലിയ പക്ഷി ശില്പം ചടയമംഗലം ജഡായു പാർക്ക് എവിടെ? കൊല്ലത്ത. കൊട്ടാരക്കര കൊല്ലത്തല്ലേ? ഇവിടെ കൊട്ടാരക്കര. എന്താ നമ്മൾ കൊട്ടാരക്കര പഠിക്കുന്നത്? കഥകളിയുടെ ആദ്യകാല രൂപമായ രാമനാട്ടം ഉടലെടുത്തത് എവിടെ? രാമനാട്ടം ഉടലെടുത്തത് കൊട്ടാരക്കരയിലെ. പുനലൂർ തൂക്കുപാലം കൊല്ലത്തല്ലേ? ഏത് വർഷമാണ് പുനലൂർ തൂക്കുപാലം? 1877. 1877 പുനലൂർ തൂക്കുപാലം. ഏത് നദിയിലാ പുനലൂർ തൂക്കുപാലം? കല്ലടയാറ് അല്ലെ? കൊല്ലം ജില്ലയിലല്ലേ തെന്മല അണക്കെട്ട്? അതും കല്ലടയാറിലാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലം, കല്ലടയാറ്, തെന്മല അണക്കെട്ട്, കല്ലടയാറ്. പിന്നെന്താ കല്ലട പഠിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതിയിലൂടെ ആണ്. തെന്മല അണക്കെട്ട് കല്ലടയാറിലാണ്. അതുകൊണ്ട് തെന്മല അണക്കെട്ടിന്റെ മറ്റൊരു പേര് കല്ലട പരപ്പാർ അണക്കെട്ട് എന്നാ. തെന്മല അണക്കെട്ടിന്റെ മറ്റൊരു പേര് എന്താണ്? കല്ലട പരപ്പാർ അണക്കെട്ട്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയാണ് അല്ലെ? ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പരീക്ഷയ്ക്ക് നെയ്യാറ്റിൻകര ചോദിച്ചു. എന്തായിരുന്നു? വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിൽ എന്ന് ചോദിച്ചില്ലേ? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്ക്. ആരാ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നമുക്കൊരു രാജാവില്ലേ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവ് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെയാണ്? മാർത്താണ്ഡവർമ്മ. അപ്പം നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാനാരാ? പി രാജഗോപാലാചാരി. ആരായിരുന്നത്? സി അല്ല പി രാജഗോപാലാചാരി അല്ലെ? 1910 സെപ്റ്റംബർ 26 മദ്രാസിലെ തിരുനെൽവേലിയിലേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തുന്നത്. സ്വദേശാഭിമാനിയെ നാടുകടത്തുന്നത് 10 സെപ്റ്റംബർ 26. അടുത്ത ഓക്കെ. കേരളത്തിലെ വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. അപ്പൊ തെക്കേറ്റത്ത് നെയ്യാറ്റിൻകരയും വടക്കേറ്റത്ത് കാസർഗോഡ് മഞ്ചേശ്വരമാണ്. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടാണ് കേട്ടോ. യുനെസ്കോ സാഹിത്യ നഗര പദവി കൊടുത്തത് കോഴിക്കോടിനല്ലേ? ആണ്, കോഴിക്കോടിനാണ്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലാണ് കേട്ടോ. അപ്പൊ വടക്കേറ്റത്തെയും തെക്കേറ്റത്തെയും തിരിഞ്ഞു പോരുന്നത് ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടല്ലേ? കോഴിക്കോടിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ വന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ വന്നത് എവിടെ? കോഴിക്കോടാ. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോടല്ലേ? മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയിലൂടെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി 1972 കോഴിക്കോടാണ് വന്നത്. കോഴിക്കോടല്ലേ ഉറുമി ജലവൈദ്യുത പദ്ധതി? ഉറുമി അത് ചൈനയുടെ സഹായത്തോടെ വന്നത്. ഉറുമി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ചൈനയുടെ സഹായത്തോടെ. അതല്ലേ കോഴിക്കോട് ഒരു ഫറോക്ക് പാലം ഇല്ലേ? ഫറോക്ക് പാലം. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പാലം ഏത്? ഈ ഫറോക്ക് പാലം തകർക്കലല്ലേ? 1942 കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഫറോക്ക് പാലം. അടുത്ത കൺഫ്യൂസിംഗ് ചോദ്യത്തിലേക്ക് വരാം. ആരാണ് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം, ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗം, മുതുകുളം പ്രസംഗം, പഞ്ചാബ് മോഡൽ പ്രസംഗം? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കേരളത്തിലെ പ്രസംഗങ്ങളാണ്. പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് നമ്മുടെ സി കേശവനാണ്. ആരാ സി കേശവൻ? പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം. അതായത് 1935 കോഴഞ്ചേരി പ്രസംഗം വരുന്നത്. അതായത് 1932 കേരളത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമല്ലിയുടെ നിവർത്തന പ്രക്ഷോഭം. ഇതിനെ തുടർന്ന്
അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. 1932 നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് സി കേശവൻ അവതരിപ്പിച്ച പ്രസംഗം ഏതാണ്? കോഴഞ്ചേരി പ്രസംഗം. അത് ഏത് വർഷമാ? 35 കോഴഞ്ചേരി പ്രസംഗം. പിന്നെ നോക്കട്ടെ, ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗവും സി കേശവന്. കോഴഞ്ചേരി പ്രസംഗവും ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗവും നടത്തിയത് ആരാണ്? സി കേശവൻ. എവിടെയാ സി കേശവനെ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ? നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് സി കേശവനാണ്. പാലിയം സത്യാഗ്രഹം ഒന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 1947 എറണാകുളത്ത് നടന്ന പാലിയം സത്യാഗ്രഹം, അതിന്റെ നേതാവ് സി കേശവനാണ്. അപ്പൊ 1932 നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് സി കേശവൻ, 47 പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? സി കേശവൻ. മറന്നു പോരുതേ. ജീവിത സമരം ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാ. സി കേശവന്റെ ആത്മകഥയുടെ പേരാണ് ജീവിത സമരം എന്ന് പറയുന്നത്. ഇനി പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് മായ്ക്ക് തന്നെ കൊടുക്കുക, മന്നത്ത് പത്മനാഭൻ. 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. എവിടെ പഠിച്ച മന്നത്ത് പത്മനാഭൻ? മന്നത്ത് പത്മനാഭനാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം ഏതാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയി മലയാളത്തിൽ സംസാരിച്ചതാര്? 1914 NSS രൂപീകരിച്ചതാര്? 1924 വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചതാര്? 1959 വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖ ജാഥ നയിച്ചതാര്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര്? എല്ലാം ഇമ്പോർട്ടന്റ് അല്ലേ? ഒന്നും കൂടെ പറഞ്ഞേടെ. 24 സവർണ ജാഥ, 24 വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചു മന്നത്ത് പത്മനാഭൻ. 59 കേരളത്തിൽ നടന്ന വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ് അല്ലെ? മന്നത്ത് പത്മനാഭന്റെ സംഘടനയാണ് 14 വന്ന NSS അല്ലെ? NSSന്റെ ആസ്ഥാനം, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഒരിടത്ത് തന്നെ, ചങ്ങനാശ്ശേരിയിലെ പെരുന്ന അല്ലെ? പെരുന്ന. പിന്നെന്താ മന്നത്ത് പത്മനാഭൻ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്? മുതുകുളം പ്രസംഗം നടത്തിയത് ആരാടെ? നമ്മുടെ മന്നത്ത് പത്മനാഭൻ. നല്ലൊരു ചോദ്യം പറഞ്ഞു, ഒരെണ്ണം കൂടെ. നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം ഇല്ലയുടെ, ഇതിനൊരു സത്യാഗ്രഹ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ മന്നത്ത് പത്മനാഭനായിരുന്നു കേട്ടോ. പഞ്ചാബ് മോഡൽ പ്രസംഗം നമ്മുടെ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആയിരുന്നു. പഞ്ചാബ് മോഡൽ പ്രസംഗം അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസത്തെ അപ്പ് ഹീലിയൻ എന്ന് വിളിക്കുന്നു. അത് ജൂലൈ 4. അപ്പ്, UP അപ്പ് എന്ന് പറഞ്ഞ മുകളിൽ അല്ലേ? നമുക്ക് പെരിഹീലിയൻ ആണോ അപ്പ് ഹീലിയൻ? രണ്ടെണ്ണം ആണ്. പെരിഹീലിയൻ, അപ്പ് ഹീലിയൻ. ഒരാൾ അടുത്ത് വരുന്നതും ഒരാൾ ദൂരെ പോകുന്നതും. അപ്പൊ ആ വേടിലൂടെ അങ്ങ് വെച്ചാൽ പെരിഹീലിയൻ, അപ്പ് ഹീലിയൻ. ഉയരത്തിൽ. അപ്പം സൂര്യനും ഭൂമിയും തമ്മിൽ വളരെ അകലം കാണിക്കുന്നത് അപ്പ് ഹീലിയൻ ജൂലൈ 4. സൂര്യനും ഭൂമിയും തമ്മിൽ വളരെ കുറഞ്ഞ അടുത്ത് വരുന്ന ദിവസത്തെ പെരിഹീലിയൻ എന്ന് വിളിക്കുന്നു. അത് ജനുവരി 3. ഏതായിരുന്നടെ? ജനുവരി 3. ഉറപ്പാണ്, പഠിച്ചിട്ട് കയറണേ. തേനീച്ച മ്യൂസിയം നമുക്ക് ഊട്ടിയിലുണ്ടേ. നമ്മുടെ തേനീച്ച മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഊട്ടി. തേനീച്ച പാർക്ക് വന്നായിരുന്നടേ. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലെ തേനീച്ച പാർക്ക് കേട്ടോ. കൊച്ചാലുമൂട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് തേനീച്ച പാർക്ക് മാവേലിക്കരയിലും. തേനീച്ച മ്യൂസിയം എവിടെയാണ്? ഊട്ടിയിലാണ്. ഊട്ടിയിൽ എപ്പികൾച്ചർ തേനീച്ചയല്ലേ? ആണ്. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ അല്ലേ? സെറികൾച്ചർ എന്താ? സെറികൾച്ചർ പട്ടുനൂൽ പുഴു. സെറികൾച്ചർ പട്ടുനൂല്. എപ്പികൾച്ചർ തേനീച്ച. AV കൾച്ചർ എന്താണ്? AV കൾച്ചർ അത് ഏതെന്ന് ചോദിച്ചാൽ പക്ഷി വളർത്തലാണ്. AV കൾച്ചർ ഏതാ? പക്ഷി വളർത്തൽ. പിസികൾച്ചർ എന്താ? പിസികൾച്ചർ അത് മുയൽ അല്ല മത്സ്യം വളർത്തലാണ്. പിസികൾച്ചർ എന്താണ്? മത്സ്യം വളർത്തൽ. കൂണികൾച്ചർ ആണ് മുയൽ വളർത്തൽ അല്ലെ? കൂണികൾച്ചർ ഏതാ? മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ ഏതാ? മഷ്റൂം കൾച്ചർ കൂൺ വളർത്തൽ. കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ. ഒലേറി കൾച്ചർ ആണ് പച്ചക്കറി വളർത്തൽ. ഒലേറി കൾച്ചർ ഏതാണ്? പച്ചക്കറി വളർത്തല. ഫ്ലോറികൾച്ചർ എന്താ? ഫ്ലോറികൾച്ചർ പൂക്കൾ വളർത്തൽ. പൂക്കൾ വളർത്തൽ ഏതാണ്? ഫ്ലോറികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്താ? ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറി വളർത്തൽ. പഴം പച്ചക്കറി വളർത്തൽ. മാരികൾച്ചർ എന്താ? മാരികൾച്ചർ കടൽ വിഭവങ്ങൾ വളർത്തൽ. കടൽ വിഭവങ്ങൾ ഒന്നും കൂടെ പറയട്ടെ. എപ്പികൾച്ചർ തേനീച്ച. സെറികൾച്ചർ പട്ടുനൂല്. സെറികൾച്ചർ പട്ടുനൂല്. AV കൾച്ചർ പക്ഷി വളർത്തൽ. പിസികൾച്ചർ മത്സ്യം വളർത്തൽ. കൂണികൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ കൂൺ വളർത്തൽ. ഒലേറി കൾച്ചർ പച്ചക്കറി വളർത്തൽ. ഫ്ലോറികൾച്ചർ പൂക്കൾ വളർത്തൽ. ഹോർട്ടികൾച്ചർ പഴം പച്ചക്കറി വളർത്തൽ. മാരികൾച്ചർ കടൽ വിഭവങ്ങൾ. ഇതെല്ലാം നോട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഞാനൊന്ന് റിവിഷൻ നടത്തി
തന്നെയാന്നേ. തേനീച്ച പാർക്ക് അല്ല ചീത്ത വിളിക്കല്, ഇയാൾ ഇതെന്തോ പറയുന്നത്, ഭയങ്കര പോർന്ന് ഇച്ചിരി എഴുതാൻ സമയം കിട്ടുന്നില്ല എന്നൊന്നും ചോദിക്കരുത്. ഇതൊക്കെ പഠിച്ചിട്ടേ കേറാവൂ. ഇതൊക്കെ മറ്റ് അധ്യാപകർ പഠിപ്പിക്കുന്നതാ, ഞാൻ റിവിഷൻ കൊണ്ടുവന്നതാണ്. ഓക്കെ, അടുത്ത നോക്കേ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലാണ് കേട്ടോ. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ആലപ്പുഴയിൽ. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തും ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. ഈ കൊറോണ സമയത്ത് തിരുവനന്തപുരത്തും സംസ്ഥാനത്തിന്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ലൈഫ് സയൻസസ് പാർക്ക് തോന്നക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അവിടെ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ മാത്രമല്ല തിരുവനന്തപുരത്തുണ്ട്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പൂനെയിലാണ്. പൂനെയിലല്ലയോടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊറോണ സമയത്ത് വന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെ? പൂനെയില. അതുപോലെ കൊറോണ സമയത്ത് വന്നതല്ലേ ഭാരത് ബയോടെക് എന്ന് കേട്ടിട്ടില്ലേ? ഭാരത് ബയോടെക് അതിന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണെങ്കിൽ ഭാരത് ബയോടെക് എവിടെയാണ്? ഹൈദരാബാദ്. ലക്ഷദ്വീപിൽ മൊത്തം 36 ദ്വീപല്ലേ ഇവിടെ ഉള്ളത്. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുണ്ട്? 36 ദ്വീപുണ്ട്. അതിൽ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്, ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര, ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി, ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ബിത്ര. അപ്പം ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. ഏറ്റവും ചെറുതേതാ? ബിത്ര. ഏറ്റവും ജനസംഖ്യ കൂടിയത് ഏതാ? കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനവും കവരത്തി അല്ലേ? ആണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനവും കവരത്തിയാണ് അല്ലെ. ലക്ഷദ്വീപ് ഏത് കടലിലാ കിടക്കുന്നത്? അറബിക്കടലിൽ. ലക്ഷദ്വീപ് കിടക്കുന്നത് ഏത് കടലിൽ? അറബിക്കടൽ. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതി? നമ്മുടെ കൊച്ചി ഹൈക്കോടതി. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി എവിടെയാണ്? കൊച്ചി ഹൈക്കോടതിയാണ്. ഇനി ഇന്ത്യൻ കറൻസി നോട്ടിലെ ആദ്യത്തെ ഭാഷ അല്ലെ, ആൽഫബറ്റിക് ഓർഡറിലെ ഭാഷ എഴുതാൻ പറ്റത്തുള്ളൂ. മൊത്തം 17 ഭാഷകളല്ലേ എഴുതിയിരിക്കുന്നത്. മൊത്തം 17ൽ അത് 15 എണ്ണം നേരെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മൊത്തം ഭാഷകളുടെ എണ്ണം എത്രയാണ്? 17 എണ്ണം. അതിൽ കറൻസി നോട്ടിൽ ആദ്യം വരുന്ന ഭാഷ ആൽഫബറ്റിക് ഓർഡറിൽ ആസാമീസും, അവസാനം വരുന്ന ഭാഷ ഉറുദുവും. മലയാളത്തിന് 7ാം സ്ഥാനമാണ്. മലയാളത്തിന് എത്ര സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ് കറൻസി നോട്ടിൽ. എത്ര ഭാഷകളുടെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷകളുടെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ താപവൈദ്യുത നിലയങ്ങൾ മഹാരാഷ്ട്രയിലാണ്. താപവൈദ്യുത നിലയങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്ര. അതുകൊണ്ട് മഹാരാഷ്ട്രയെ വിളിക്കുന്ന പേരാണ് ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ താപവൈദ്യുത നിലയങ്ങൾ മഹാരാഷ്ട്രയിലാണ്. അല്ലേ, നമ്മുടെ ഒരു പവർ ഹൗസ് എന്ന് കേട്ടപ്പോ എന്തെങ്കിലും മനസ്സിൽ കോറി വന്നോ? വന്നു. ഏതാ? കോശത്തിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് ഏതാ? കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയോൺ അല്ലെ. കോശത്തിന്റെ പവർ ഹൗസ് ഏതാണ്? മൈറ്റോകോൺഡ്രിയ. അപ്പൊ ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങൾ തമിഴ്നാട്ടിലാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളും തമിഴ്നാട്ടിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഏതാണ്? തമിഴ്നാട്ടിലെ 3 തുറമുഖമുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈ, എണ്ണൂർ, തൂത്തുക്കുടി. അപ്പൊ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ് പറയണ്ടേ. 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ചെന്നൈ, എണ്ണൂർ, തൂത്തുക്കുടി അല്ലെ. എണ്ണൂർ, തൂത്തുക്കുടി. അടുത്ത ഒരു കൺഫ്യൂസിംഗ് ആക്സ് ഉണ്ടോ? വെസ്റ്റ് കോസ്റ്റ് കനാൽ. ദേശീയ ജലപാതകളിൽ 2 പേര് എഴുതിയിരിക്കുന്നുണ്ടോ? വെസ്റ്റ് കോസ്റ്റ് കനാൽ, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാതയാണ്. ദേശീയ ജലപാത 3ഉം ദേശീയ ജലപാത 5ഉമാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ നമ്മുടെ കേരളത്തിലാണ്. അതായത് കൊല്ലം, കോഴിക്കോട് ദേശീയ ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഈസ്റ്റ് കോസ്റ്റ് കനാല് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ജലപാത 5 താൽച്ചർ മുതൽ ധാംറ വരെ എന്നൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ. അപ്പൊ NW5നെയാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നത്. അടുത്ത നല്ലൊരു ചോദ്യത്തിലൊക്കെ റേഡിയോ ദിനം എന്നെന്ന്. റേഡിയോ ദിനവും ടെലിവിഷൻ ദിനവും ഒക്കെ നിങ്ങൾക്ക് ഉറപ്പ് വരും. ശ്രദ്ധിക്കാതെ പോയ ക്വസ്റ്റ്യനാ. ഫെബ്രുവരി 13 റേഡിയോ ദിനം. ടെലിവിഷൻ ദിനം നവംബർ 21. ടെലിവിഷൻ ദിനം എന്നാണ് നവംബർ 21. അപ്പൊ റേഡിയോ ദിനം എന്താ? ഫെബ്രുവരി 13. എവിടെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഫെബ്രുവരി 13? ഫെബ്രുവരി 13 പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വനിതാ ദിനം. ഇന്ത്യയുടെ വനിതാ ദിനമില്ലയോടെ. ഇന്ത്യയുടെ വനിതാ ദിനം ഫെബ്രുവരി 13. സരോജിനി നായിഡുവിന്റെ ജന്മദിനമാ. സരോജിനി നായിഡുവിന്റെ ജന്മദിനം, ഇന്ത്യൻ വനിതാ ദിനം ഫെബ്രുവരി 13. അല്ലാതെ ലോക വനിതാ ദിനം നിങ്ങൾക്കറിയാം, മാർച്ച് 8 അല്ലെ. വനിതാ ദിനം എന്ന് മാർച്ച് 8 എന്നല്ലേ. ഇന്ത്യൻ വനിതാ ദിനം ഫെബ്രുവരി 13. ആരുടെ ജന്മദിനം? സരോജിനി നായിഡുവിന്റെ ജന്മദിനം. അപ്പൊ ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ലോക ടെലിവിഷൻ ദിനം നവംബർ 21. ടെലിവിഷൻ ദിനം എന്നാണ് നവംബർ 21. ഓർത്ത് വെച്ചിരിക്കണേ. മലയാള പത്രത്തിന്റെ പിതാവുണ്ട്, പത്രപ്രവർത്തനത്തിന്റെ പിതാവുണ്ട്, പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യ വയോധികനുണ്ട്. അതും ഒരു LGS ചോദ്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. മലയാള പത്രത്തിന്റെ പിതാവ് നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട്.
ഗുണ്ടർട്ട് തന്നെയാണ്. കാരണം എന്താ, ആദ്യത്തെ മലയാള പത്രം ഇറക്കിയ ആള് അല്ലെ, മലയാള പത്രത്തിന്റെ പിതാവാരാടെ ഹെർമൻ ഗുണ്ടട്ട്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാ, രാജ്യസമാചാരം, 1847 ഇറക്കിയത് ഹെർമൻ ഗുണ്ടട്ടാണ്. അപ്പൊ സിമ്പിളായിട്ട് ചോദിച്ചു, മലയാള പത്രത്തിന്റെ പിതാവ് ഹെർമൻ ഗുണ്ടട്ട്. പക്ഷെ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. മലയാള പത്രപ്രവർത്തനത്തിന് ഒരു വന്ധ്യ വയോധികനുണ്ടേ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ കേട്ടോ. മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യ വയോധികനാരാണ്, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അല്ലെ. ഇനി കേരളത്തിലെ 2 കൈത്തറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, തിരിഞ്ഞു പോവാതെ പഠിച്ചു വെക്കണേ. സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ എന്ന് വിളിക്കുന്നത് ഹാൻഡ് വീവ്. നിങ്ങൾ ഹാൻഡ് വീവ്, ഹാൻഡെക്സ് ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. ഹാൻഡ് വീവും ഉണ്ട്, ഹാൻഡെക്സും ഉണ്ട്. സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനെ വിളിക്കുന്ന പേര് ഹാൻഡ് വീവ് എന്നാണ്. ഹാൻഡ് വീവ്. എന്നാൽ പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ ആ അപ്പെക്സ് സൊസൈറ്റി ഉണ്ടല്ലോ, അപ്പെക്സ് സംഘം, അവരെയാണ് ഹാൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഇത് 2 ജില്ലയിൽ കിടക്കുകയാണ്. ഹാൻഡ് വീവിന്റെ ആസ്ഥാനം കണ്ണൂര്, 1968 കണ്ണൂര്. ഹാൻഡെക്സിന്റെ ആസ്ഥാനം 1961 തിരുവനന്തപുരത്താണ് കിടക്കുന്നത്. അപ്പൊ ഹാൻഡ് വീവ് കണ്ണൂരും ഹാൻഡെക്സ് എവിടാണ്, തിരുവനന്തപുരത്തുമാണ്. അപ്പൊ സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ, ഹാൻഡ് വീവ് കണ്ണൂര്. കൈത്തറി സഹകരണ സംഘങ്ങളുടെ സംഘം എവിടെ, അത് ഹാൻഡെക്സ്, 61 തിരുവനന്തപുരം അല്ലെ. ഇനി കുറച്ച് സിംഹങ്ങളുടെ പേര് നോക്കാം. ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്ത. ബോംബെ സിംഹം, ബോംബെ കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ബോംബെ കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ മേത്ത. ഗാന്ധിജി അങ്ങനെ വിളിച്ചത് കേട്ടോ, ഫിറോസ് ഷാ മേത്ത. നമ്മൾ ഈ ഫിറോസ് ഷാ മേത്തയ്ക്ക് സ്കൂൾ ടെസ്റ്റിൽ ഒരു പത്രം പഠിക്കൂടെ, പത്രത്തിന്റെ ബോംബെ ക്രോണിക്കിൾ എന്നൊരു പത്രം കേട്ടിട്ടുണ്ടോ? ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം ഫിറോസ് ഷാ മേത്തയുടെ. അപ്പൊ ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്ത. മറാത്ത സിംഹം എന്നറിയപ്പെടുന്ന നമ്മുടെ ബാലഗംഗാധര തിലകനെയാണ്. ബാലഗംഗാധര തിലകനെയാണ് മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത്. പഞ്ചാബ് സിംഹം 2 പേരുണ്ട്, ഓപ്ഷൻ നോക്കി എഴുതണം കേട്ടോ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് ചോദിച്ചാൽ മഹാരാജ രഞ്ജിത് സിംഗ് ആണ്. മഹാരാജ രഞ്ജിത് സിംഗ് ആണ് പഞ്ചാബ് സിംഹത്തെ, അതായത് നമ്മുടെ ക്രിക്കറ്റിന്റെ പിതാവ് അല്ലെ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിതാവ് രഞ്ജിത് സിംഗ് അല്ലേ. അപ്പം മഹാരാജ രഞ്ജിത് സിംഗ് ആണ് പഞ്ചാബ് സിംഹം. സ്വാതന്ത്ര്യ സമര സേനാനി ചോദിച്ചാൽ ലാലാ ലജ്പത് റായി. ഏറ്റവും കൂടുതൽ അതാ ചോദിക്കാൻ സാധ്യത. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരെയാ, ലാലാ ലജ്പത് റായി. ഗുജറാത്ത് സിംഹം ആരാ, സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ, ഗുജറാത്തുകാരനാണല്ലോ. അപ്പൊ ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഹരിയാന സിംഹം ദേവിലാലാണ്. ഹരിയാന സിംഹം ഒരു ഉപപ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം കേട്ടോ. കാശ്മീർ സിംഹം എന്ന് വിളിച്ചിരുന്നത് ഷേഖ് മുഹമ്മദ് അബ്ദുള്ള. ബീഹാർ സിംഹം നമ്മുടെ കൻവർ സിംഗിനെയാണ് അല്ലെ. 1857 വിപ്ലവത്തിൽ ബീഹാറിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് അല്ലേ. ബീഹാർ സിംഹം കൻവർ സിംഗും. കേരള സിംഹം എല്ലാവർക്കും അറിയാം അല്ലെ, പഴശ്ശിരാജയാണ് കേരള സിംഹം. എന്നാ കൊല്ലപ്പെട്ടത് പഴശ്ശിരാജ? 1805 നവംബർ 30. പഴശ്ശിരാജ 1805 നവംബർ 30. പുരളിമല അല്ലെ, കണ്ണൂര് പുരളിമലയല്ലേ പഴശ്ശിരാജയുടെ കേന്ദ്രം ആണ്. പഴശ്ശിരാജയെ വിളിക്കുന്ന പേരെന്താ? പഴശ്ശിരാജയെ വിളിക്കുന്ന പേര് പുരളീശമൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ. പുരളീശമൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? പഴശ്ശിരാജ. അപ്പൊ കേരള സിംഹം എന്ന് വിളിക്കുന്നത് ആരെയാണ്? പഴശ്ശിരാജ. സിംഹള സിംഹം നമ്മുടെ സി കേശവനെയാണ്. ഇന്ന് നമ്മൾ പഠിച്ചല്ലേ സിംഹള സിംഹം സി കേശവനെ കുറിച്ച്. എന്താ പഠിച്ചത്? നമ്മൾ നമ്മുടെ പ്രസംഗം പഠിച്ചു, കോഴഞ്ചേരി പ്രസംഗം, ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗം, നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ്, പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവ് സി കേശവ. അപ്പൊ സിംഹള സിംഹം. പുരുഷ സിംഹം ഉണ്ടേ, ബ്രഹ്മാനന്ദ ശിവയോഗി, നമ്മുടെ നവോത്ഥാന നായകന ബ്രഹ്മാനന്ദ ശിവയോഗി. അറിയാമോ എന്താ? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചിട്ടില്ലേ? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാര? ബ്രഹ്മാനന്ദ ശിവയോഗിയ. അപ്പൊ പുരുഷ സിംഹം ബ്രഹ്മാനന്ദ സിംഹം ശിവയോഗി. ഇനി ഇന്ത്യൻ സിംഹം എന്ന് ചോദിച്ചാലും നമ്മുടെ ബാലഗംഗാധര തിലകനെ പഠിക്കാം. തെക്കേ ഇന്ത്യയുടെ സിംഹം വിജയരാഘവ ആചാര്യ കേട്ടോ. വിജയരാഘവ ആചാര്യ
ആചാര്യ, സറ്റാറ സിംഹം, അച്യുത പടുവർത്തൻ, നമ്മുടെ PSC ബുള്ളറ്റിൻ കിടന്നതാണ് കേട്ടോ. സറ്റാറ സിംഹം എന്ന് വിളിക്കുന്നത് അച്യുത പടുവർത്തൻ എന്ന് വിളിക്കുന്ന ആളെയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യത്തെ ഇന്ത്യയുടെ വ്യവസായ മന്ത്രിയാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ മന്ത്രിയെ ശ്യാമപ്രസാദ് മുഖർജി. ഇന്ത്യൻ പാർലമെന്റിലെ സിംഹം എന്ന് അദ്ദേഹത്തെയായിരുന്നു വിളിച്ചിരുന്നത്. ഓക്കെ, പോട്ടെ. അടുത്തതാ നല്ലൊരെണ്ണം വരുന്നു. ഇന്ത്യക്ക് ഒരു മാർട്ടിൻ ലൂതർ ഉണ്ട്. ഇന്ത്യക്ക് ഒരു മാർട്ടിൻ ലൂതർ, അതായത് ആരാ ഈ മാർട്ടിൻ ലൂതർ? നമ്മുടെ ലോകത്ത് മത നവീകരണം, ലോകത്ത് രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായത് കേട്ടോ. പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, നവോത്ഥാനം, മത നവീകരണം. ലോകത്തുണ്ടായ ഏറ്റവും വലിയ രണ്ട് സംഭവങ്ങളാണ് ആധുനിക ലോകം ഉണ്ടാകാൻ കാരണം. ഈ നവോത്ഥാനവും മത നവീകരണവും എന്നാ പറയുന്നത്. നവോത്ഥാനം ഉണ്ടായത് ഇറ്റലിയിലും മത നവീകരണം ഉണ്ടായത് ജർമ്മനിയിലുമാണ്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് നമ്മുടെ രാജാറാം മോഹൻ റോയ് അല്ലെ. ലോകത്ത് നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക് കേട്ടോ, ഇറ്റലി. അതുപോലെ മറ്റൊരു സംഭവം മത നവീകരണം, അത് ഉണ്ടായത് ജർമ്മനിയിലാണ്. അതിന്റെ പിതാവ് മാർട്ടിൻ ലൂതർ ആണ്. മത നവീകരണത്തിന്റെ പിതാവ് ആരാണ്? മാർട്ടിൻ ലൂതർ. ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ കൃതി, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ആര്യ സമാജം, ശുദ്ധി പ്രസ്ഥാനം. ആര്യ സമാജം, ശുദ്ധി പ്രസ്ഥാനം ഒക്കെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസ്ഥാനമല്ലേ. മഹാരാഷ്ട്രയ്ക്ക് ഒരു മാർട്ടിൻ ലൂതർ ഉണ്ട്, ജ്യോതി റാബു ഫുലെ കേട്ടോ. ജ്യോതി റാബു ഫുലെയാണ് മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ. ഓർമ്മയുണ്ടോ സംഘടന? ജ്യോതി റാബു ഫുലെയുടെ സംഘടന സത്യശോധക സമാജ്. സത്യശോധക സമാജ് ആരുടെയാണ്? ജ്യോതി റാബു ഫുലെ. ഇനി ഗ്രാമീണ ജീവിതം എന്ന പെയിന്റിങ് അമൃത ഷെർഗിലിന്റെയും ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന പെയിന്റിങ് നന്ദലാൽ ബോസിന്റെയാണ്. ഗ്രാമീണ ജീവിതം എന്ന പെയിന്റിങ് അമൃത ഷെർഗിലിന്റെയും ഗ്രാമീണ ചെണ്ടക്കാരനാര നന്ദലാൽ ബോസ്. രണ്ടു മൂന്ന് കൃതികളുണ്ട്. ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി, ഉമയുടെ തപസ്യ. ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി, ഉമയുടെ തപസ്യ, ഇതൊക്കെ നന്ദലാൽ ബോസിന്റെ. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ്. അതുപോലെ വേറൊന്നുണ്ട്, ഏതാണെന്നറിയാമോ? ഈ നമ്മുടെ ഭാരതരത്നത്തിന്റെ ഫലകം രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭാരതരത്ന ഫലകം രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി, ഉമയുടെ തപസ്യ, ഇതൊക്കെ ആരുടെ പെയിന്റിംഗ്? നന്ദലാൽ ബോസിന്റെ പെയിന്റിംഗ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് ഏതാന്ന് വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? കൊൽക്കത്തയിൽ 1770 ഹിന്ദുസ്ഥാൻ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യയിൽ തദ്ദേശീയരാൽ നിർമ്മിച്ച ആദ്യത്തെ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1895 ന്യൂഡൽഹിയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാലാ ലജ്പത് റായിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക് 1770. തദ്ദേശീയ ആദ്യമായി ഇന്ത്യയിലെ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1895 ലാലാ ലജ്പത് റായ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് സ്വകാര്യ ബാങ്ക് തന്നെയാണ്, നെടുങ്ങാടി ബാങ്ക്. വർഷം കണ്ടോ? 1899. കോഴിക്കോട് അപ്പു നെടുങ്ങാടിയാണ് കൊണ്ടുവരുന്നത്. കോഴിക്കോട് അപ്പു നെടുങ്ങാടിയാണ് കൊണ്ടുവരുന്നത്. അടുത്തൊക്കെ കേരളത്തിന്റെ പക്ഷി ഗ്രാമം നൂറനാട്. കേരളത്തിന്റെ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ വെങ്കല ഗ്രാമം മാന്നാർ. കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി. പുകയില വിമുക്ത ഗ്രാമം കുളിമാട്. കേരളത്തിന്റെ ടൂറിസ്റ്റ് ഗ്രാമം, ഇത് ചോദിച്ചിട്ടുണ്ട്. ടൂറിസം ഗ്രാമം, കേരളത്തിലെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം, ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി കേട്ടോ. എറണാകുളത്ത് കുമ്പളങ്ങി. കേരളത്തിന്റെ ടൂറിസ്റ്റ് ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. കേരളത്തിന്റെ വ്യവസായ ഗ്രാമം പന്മന. കേരളത്തിന്റെ ഇക്കോ കയർ ഗ്രാമം ഹരിപ്പാട്. ഇതൊക്കെ ആ ഗ്രാമങ്ങളൊന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. ഇനി ഇതാണ്ട് ഉറപ്പായിട്ട് വരാൻ പ്രതീക്ഷിക്കുന്നതാണ്. ഫ്രാൻസുകാർ ഇന്ത്യയിൽ കീഴടക്കി വെച്ചിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസുകാർ 1954 ഫ്രാൻസുകാർ ഇന്ത്യ വിട്ടു പോകുന്നത്. ഇന്ത്യ വിട്ടു പോകുന്നത് 54. കീഴടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനമാണ്. പോർച്ചുഗീസുകാർ കീഴടക്കിയത്, അവർ പോയത് 61 അല്ലെ. ഗോവ, ഡാമൻ, ഡിയു. ഗോവ, ഡാമൻ, ഡിയു. പോർച്ചുഗീസുകാരുടേത് ഏതൊക്കെയാണ്? ഗോവയും ഡാമനും ഡിയും. ഫ്രാൻസുകാർ ഏതൊക്കെ ഗ്രാമങ്ങൾ? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം, ചാന്ദ്രനഗർ എന്നും പറഞ്ഞു ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇച്ചിരി പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് പശ്ചിമ ബംഗാളിലെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർക്ക് ഏതാണ്?
ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ലഡാക്കിലെ ഹെമിസ് ദേശീയ പാർക്ക് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണ്? ലഡാക്കിലെ ഹെമിസ് ദേശീയ പാർക്ക്. ഹിമപ്പുലികളെ സംരക്ഷിക്കുന്ന ദേശീയ പാർക്ക് ഏതാ? ഹെമിസ് ദേശീയ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേത കേന്ദ്രം നാഗാർജുന ശ്രീശൈലം ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഏറ്റവും വലിയ കടുവാ സങ്കേത കേന്ദ്രം ഏതാണ്? നാഗാർജുന ശ്രീശൈലം ആന്ധ്രാപ്രദേശാണ്. ഓക്കെ. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ബീഹാറിനല്ലേ ആണ്. ബീഹാർ, പിന്നെ പശ്ചിമ ബംഗാൾ, പിന്നെ കേരളം. ജനസാന്ദ്രതയിൽ ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം ചോദിച്ചാൽ ജനസാന്ദ്രത കൂടുതൽ ബീഹാറിനും, കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഡൽഹിക്കും, കേരളത്തിൽ ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരത്തിലുമാണ്. അപ്പൊ കൂടുതലുള്ള 3 പേരും അങ്ങ് പഠിച്ചേ. അപ്പൊ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ, കേന്ദ്രഭരണ പ്രദേശം ഡൽഹി, ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം. അപ്പൊ കുറവും കൂടെ പഠിക്കാം. ജനസാന്ദ്രത ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിനാണ്. കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ ഇടുക്കിയാണ്. അപ്പൊ ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ബീഹാർ ആണെങ്കിൽ കുറവ് അരുണാചൽ പ്രദേശ്. കേന്ദ്രഭരണ പ്രദേശത്തിൽ കൂടുതൽ ഡൽഹിക്കാണെങ്കിൽ കുറവ് ആൻഡമാൻ നിക്കോബാർ. കേരളത്തിലെ ജില്ലകളിൽ കൂടുതൽ തിരുവനന്തപുരമാണെങ്കിൽ കുറവ് ഇടുക്കിക്ക്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഓക്കെ. കേരളത്തിലെ മലനാട് 48%, ഇടനാട് 42%, തീരദേശം 10% എന്നാണ്. പക്ഷെ ഇപ്പൊ ഇച്ചിരി മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്കൂൾ ടെസ്റ്റുകളിലൊക്കെ 10% ഇപ്പോഴും അടിച്ചു വരുന്നുള്ളൂ. ഓക്കെ. എൻഡോസൾഫാൻ ദുരിതബാധിതയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ 2 എണ്ണം ഉണ്ട്. എൻഡോസൾഫാൻ ദുരിതം നടന്നില്ലേ ഇവിടെ നമ്മുടെ കാസർഗോഡ്. അതില് അന്വേഷിച്ച കേന്ദ്ര സർക്കാർ അന്വേഷിച്ച കമ്മീഷനും കേരള സർക്കാർ അന്വേഷിച്ചതും രണ്ടും 2 കമ്മീഷനായിട്ട് പഠിക്കണം. കേന്ദ്ര സർക്കാർ അന്വേഷിച്ച കമ്മീഷൻ DD മായൻ കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരിതം അന്വേഷിച്ച കേന്ദ്ര സർക്കാർ കമ്മീഷൻ ഏതാണ്? DD മായൻ കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരിതത്തെ കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ C അച്യുതൻ കമ്മീഷനാണ്. എൻഡോസൾഫാൻ ദുരിതത്തെ കുറിച്ച് കേരള സർക്കാർ അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? C അച്യുതൻ കമ്മീഷൻ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ബോട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശും ഉഷ്ണമേഖലയുടെ പറുദീസ എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇനി നോക്കേ, കേരളത്തിൽ കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആയിട്ട് ഒരെണ്ണം വന്നാണ്ടോ. മംഗളാദേവി ക്ഷേത്രവും ഉണ്ട്, മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രവും ഉണ്ട്, മംഗളം അണക്കെട്ടും ഉണ്ട്. മംഗളാദേവി ക്ഷേത്രം ഇടുക്കിയില്, മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം എറണാകുളം, മംഗളം അണക്കെട്ട് പാലക്കാട്. മംഗളം അണക്കെട്ട് എവിടെയാണ്? പാലക്കാട് ഭാരതപ്പുഴയിലാണ്. അത് നല്ലൊരു പോയിന്റ് അല്ലേ. മംഗളാദേവി ക്ഷേത്രം ഇടുക്കി. ഇന്ത്യയും കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി തർക്കത്തിലുള്ള ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രമല്ലേ ആണ്. മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം എറണാകുളത്താണ്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം അല്ലെ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. ഒരു നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം. കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ വനങ്ങൾ നിറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രം എന്നൊക്കെ വിളിച്ചാൽ മംഗളവനം പറയണേ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രവും മംഗളവനമാണ്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? മംഗളവനം. കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്താണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് വിളിക്കുന്നത്. ഏതിനെയാ? മംഗളവനം അല്ലെ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് വിളിച്ച ആരെയാ? ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം. കുമരകം പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് അല്ലെ. ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് വിളിക്കുന്നത് കടലുണ്ടിയല്ലേ ആണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടിയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ അല്ലേ. രണ്ടാമത്തെ അല്ലേ ചെങ്കുളം ആണ്. രണ്ടിന്റെയും വർഷവും നദിയും പഠിച്ചു നോക്കെ. പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940, മുതിരമ്പുഴ ഇടുക്കി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം 1954, മുതിരമ്പുഴ ഇടുക്കി. മുതിരമ്പുഴ രണ്ടും ഒരേ നദിയാണ്, ഒരേ ജില്ലയാണ്. വർഷം പള്ളിവാസലും ചെങ്കുളവും 40ഉം 54ഉം. ഇനി വലുതും 2 എണ്ണം അങ്ങ് പഠിച്ചു വെച്ചേരുടെ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, ജലസേചനമല്ല ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാർ. 1975 വന്നെങ്കിലും 76 അത് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ 76 എഴുതിയ. നിലവിൽ വന്ന വർഷം 75 എന്നങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. 75. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിൽ 1966 വരുന്നു. അപ്പൊ ഏറ്റവും വലുത് ഇടുക്കി, ഏറ്റവും വലിയ രണ്ടാമത്തേതാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിൽ 66 വരുന്നത്. 66. ഇടമലയാർ ജലവൈദ്യുത പദ്ധതിയും ഇടമലയാർ അണക്കെട്ടും ഉണ്ട്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി എറണാകുളത്തും ഇടമലയാർ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ ഇടുക്കിയിലുമാണ് പറയേണ്ടത്.
അടുത്തൊരു കൺഫ്യൂസിംഗ് ഫാക്ട്സ്, ഒരു സയൻസും ഒക്കെ. വിമാനത്തിന്റെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഡുറാലുമിൻ. ഡുറാലുമിൻ. നമ്മൾ ലോകസങ്കരങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. രണ്ടുമൂന്നെണ്ണം ചോദിച്ചോട്ടെ. വിമാനത്തിന്റെ പുറംഭാഗം നിർമ്മിക്കുന്നത് ഏതാണ്? ഡുറാലുമിൻ. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാ? കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം അൽനിക്കോ, അല്ലെ? അൽനിക്കോ. ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാ? ഓസ്കാർ ശില്പങ്ങൾ ബ്രിട്ടാനിയം. ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏതാണ്? ബ്രിട്ടാനിയം. അതുപോലെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന, ഹീറ്റിംഗ് കോയിലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകസങ്കരമര നിക്രോം. ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? നിക്രോം ആണ് ഹീറ്റിംഗ് കോയിൽ. അപ്പം വിമാനങ്ങളുടെ പുറം ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡുറാലുമിനാണ്. വിമാനങ്ങളെ കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അതേതെന്ന് ചോദിച്ചാൽ അൽനിക്കോ ആണ് കൃത്രിമ. വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ടൈറ്റാനിയം ആണ് കേട്ടോ. ഇപ്പോൾ ലോകം ടൈറ്റാനിയം. പുറംഭാഗം നിർമ്മിക്കുന്ന ലോകസങ്കരം ചോദിക്കുമ്പോഴാണ് ഡുറാലുമിൻ നിങ്ങൾ എഴുതേണ്ടത്. ചുണ്ണാമ്പ് കല്ലും ചുണ്ണാമ്പ് വെള്ളത്തിന്റെയും ചെറിയൊരു വ്യത്യാസം കണ്ടോ? ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റും ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡുമാണ്. ചുണ്ണാമ്പ് വെള്ളം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുണ്ണാമ്പ് കല്ല് മാത്രം പറഞ്ഞാൽ പോരാ. മാർബിള്, ചുണ്ണാമ്പ് കല്ല്, മുട്ടയുടെ പുറന്തോട്, അല്ലെ? മാർബിൾ, ചുണ്ണാമ്പ് കല്ല്, മുട്ടയുടെ പുറന്തോട്, ചോക്കില്ലേ നമ്മളെ ചോക്ക്, അതുപോലെ കക്ക, ചിപ്പി, മുത്ത് ഇതൊക്കെ പറയത്തില്ല, അതെല്ലാം കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല്, മുട്ടയുടെ പുറന്തോട്, ചോക്ക്, ഇതൊക്കെ എന്ത് പറയാം? കാൽസ്യം കാർബണേറ്റ്. അപ്പൊ ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട്. ഇനി ധ്വനി മിഴിയുണ്ട്, ആ പേരിലൂടെ കിട്ടൂടെ ധ്വനി മിഴി. കേൾവി ശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവി ശക്തി ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്, ലഭിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ധ്വനി. കാഴ്ചശക്തി ഇല്ലാത്ത കുട്ടികൾക്കുള്ള സർക്കാരിന്റെ പരിപാടി മിഴി എന്ന് വിളിക്കാം കേട്ടോ, മിഴി എന്ന് വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്കൊക്കെ. തൈറോക്സിന്റെ കുറവുണ്ട്, അതായത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അല്ലേ തൈറോക്സിൻ. ഈ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസവും മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമയാണ്. മിക്സഡിമ. അപ്പം തൈറോക്സിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കൂടിയാൽ അത് എക്സോതാൽമിക് ഗോയിറ്റർ എന്ന് വിളിക്കും. അത് വായിച്ച് എഴുതാവും. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസം. മുതിർന്നവരിൽ ഉണ്ടാകുന്നത് ഏതാണ്? മിക്സഡിമ. കൂടുമ്പോൾ എക്സോതാൽമിക് ഗോയിറ്റർ കേട്ടോ. ടെക്നോ പാർക്ക് വന്നത് 90 തിരുവനന്തപുരത്തും ഇൻഫോ പാർക്ക് വന്നത് 2004 കൊച്ചിയിലുമാണ്. അപ്പം ടെക്നോ പാർക്ക് വന്ന വർഷം എന്നാണ്? 90. രാജ്യത്തിന് സമർപ്പിക്കുന്ന 95 കൂടിയാണ് ടെക്നോ പാർക്ക് കേട്ടോ. ഇൻഫോ പാർക്ക് 2004, അത് കൊച്ചിയിലാണ് ഇൻഫോ പാർക്ക്. മലയാള കലാഗ്രാമവും മലയാളി ടെമ്പിളും എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. മലയാള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മാഹിയിലാണ് കേട്ടോ. മാഹിയിലാണ്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹി. മലയാളി ടെമ്പിൾ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഏർഗാഡ്, തമിഴ്നാട് ഏർഗാഡ്. ആദിവാസി ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡും, പക്ഷേ ആദിവാസികൾ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ആദിവാസി ഭൂമി ജാർഖണ്ഡും പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലുമാണ്. വനം കൂടുതൽ മധ്യപ്രദേശിൽ ആണ്. പട്ടികവർഗക്കാർ കൂടുതൽ മധ്യപ്രദേശ്, വനം കൂടുതൽ മധ്യപ്രദേശ്. പട്ടികജാതിക്കാർ കൂടുതൽ എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ് അല്ലെ. പട്ടികവർഗക്കാർ കൂടുതൽ മധ്യപ്രദേശ് ആണെങ്കിൽ പട്ടികജാതിക്കാർ കൂടുതൽ എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഓർത്തേ. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്നതിൽ ഏറ്റവും വലിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്നതിൽ ഏറ്റവും വലുത് ഏതാണ്? അരുണാചൽ പ്രദേശ്. ഏറ്റവും ചെറുത് ത്രിപുരയാണ്. ഏറ്റവും സപ്ത സഹോദരിമാർ എന്ന് പറഞ്ഞ് 7 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതും ചെറുതും ചോദിച്ചിട്ടുണ്ട്. വലുത് അരുണാചൽ പ്രദേശും ചെറുതേതാണ്? അത് ത്രിപുരയുമാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണോ? കത്തുന്ന വാതകം എന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ്. പക്ഷെ കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീ കത്താൻ ഓക്സിജൻ, തീയെ നിയന്ത്രിക്കുന്നത് നൈട്രജൻ, തീയെ അണയ്ക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെയല്ലേ പഠിക്കുന്നത്? തീ കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ, തീയെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിയന്ത്രിക്കുന്നത് നൈട്രജൻ, തീയെ അണയ്ക്കുന്നത് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കത്തുന്ന വാതകം ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനുമാണ്. ഓർത്തു വെച്ചിരിക്കണേ. അത് നല്ലൊരു പോയിന്റ്. അടുത്തൊക്കെ. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. മുംബൈയാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഒരു ചുരം നമുക്കുണ്ട്, ബോലാൻ ചുരം. ജമ്മു കാശ്മീർ ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ചോദിച്ചു
ചോദിച്ചാൽ മുംബൈ തുറമുഖം തന്നെ നമുക്ക് പറയാം. അപ്പൊ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ മുംബൈ, തുറമുഖം ചോദിച്ചാൽ മുംബൈ തുറമുഖം, പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ചോദിച്ചാൽ ബോലാൻ ചുരമാണ് നമ്മൾ പറയേണ്ടത്. ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് വിരമിക്കൽ പ്രായം 65 വയസ്സ് കഴിഞ്ഞിട്ടേ പറ്റൂ. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. ഇത് കഴിഞ്ഞല്ലേ അങ്ങോട്ട് സുപ്രീം കോടതി പോകാൻ പറ്റൂ. അപ്പൊ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65ഉം ഹൈക്കോടതിയുടെ എത്രയുടെ 62 വയസ്സുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യമായിട്ട് പുകയില വിമുക്ത രാജ്യം എന്ന് വിളിക്കുന്നത് ഭൂട്ടാനെയാണ്. പുകയില വിമുക്ത ജില്ല ഇന്ത്യയിൽ തന്നെ നമ്മുടെ കോട്ടയമാണ്. പുകയില വിമുക്ത നഗരം ചോദിച്ചാൽ ചണ്ഡീഗഡാണ് പറയേണ്ടത്. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം, ആദ്യ പുകയില വിമുക്ത നഗരം ചോദിച്ചാൽ ചണ്ഡീഗഡാണ് പറയുന്നത്. അടുത്തൊക്കെ മടക്ക് പർവ്വതത്തിന് ഉദാഹരണം ഹിമാലയവും അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ആരവല്ലിയുമാണ് പറയേണ്ടത്. നമ്മുടെ ആരവല്ലി പർവ്വതനിര കേട്ടിട്ടില്ലേ? അപ്പൊ ഹിമാലയം ഏത് പർവ്വതത്തിന് ഉദാഹരണമാണ്? ഫോൾഡ് മൗണ്ട്. അവശിഷ്ട പർവ്വതം എന്ന് പറയുമ്പോൾ ആരവല്ലിയും, മടക്ക് പർവ്വതം ചോദിച്ചാൽ ഹിമാലയവുമാണ്. അപ്പൊ ഹിമാലയം മടക്ക് പർവ്വതത്തിന് ഉദാഹരണവും ആരവല്ലി ഏത് പർവ്വതത്തിന് ഉദാഹരണം? അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം. ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലി അല്ലേ? ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലിയ. ഏറ്റവും പുതിയ പർവ്വതനിര ഏതാ? ഏറ്റവും പുതിയത് ഹിമാലയം അല്ലെ? ഏറ്റവും പുതിയത് ഏതാണ്? ഏറ്റവും വലുതും ഏറ്റവും പുതിയതും ഹിമാലയമാണ്. ഹിമാലയം മടക്ക് പർവ്വതമാണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ സുഗന്ധ വിജ്ഞാനം ഉലുവയും, മാംസ്യം അടങ്ങിയ ആഹാര പദാർത്ഥം ചോദിച്ചാൽ സോയാബീനുമാണ് പറയേണ്ടത്. സോയാബീനുമാണ് പറയേണ്ടത്. കോശം കണ്ടുപിടിച്ചത് ആരാ? സ്കൂൾ ടെസ്റ്റിലുള്ളതാ. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് അല്ലെ? റോബർട്ട് ഹുക്ക്. പക്ഷെ ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആരെന്ന് വെച്ചാൽ ആന്റവാൻ ലുവാൻ ഹുക്ക് ആണ്. അപ്പൊ കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്, ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആരാടെ? ആന്റവാൻ ലുവാൻ ഹുക്ക് ആണ്. സസ്യകോശം കണ്ടെത്തിയത് MJ സ്ലീഡൻ, ജന്തുകോശം കണ്ടെത്തിയത് തിയോഡോർ ഷാൻ. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്, ജീവനുള്ള കോശം കണ്ടെത്തിയത് ആന്റവാൻ ലുവാൻ ഹുക്ക്, സസ്യകോശം കണ്ടെത്തിയത് MJ സ്ലീഡൻ, ജന്തുകോശം കണ്ടെത്തിയത് തിയോഡോർ ഷാൻ. ഇത് ചോദിച്ചിട്ടുണ്ടേ. സസ്യകോശവും ജന്തുകോശവും ഒക്കെ പഠിച്ചു വെച്ചിരിക്കണേ. ഇനി കോശകേന്ദ്രം, ഈ കോശം കണ്ടെത്തിയത്, അതിനെ കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. സ്ത്രീധന നിരോധന നിയമം 61 കേട്ടോ. ആദ്യമായിട്ട് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് സ്ത്രീധന നിരോധന നിയമം. അത് 61. പക്ഷെ ഗാർഹിക പീഡന നിരോധന നിയമം 2005 നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 കേട്ടോ. സ്ത്രീധന നിരോധന നിയമം 61, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 നമ്മൾ പറയേണ്ടത്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 3 പര്യവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അന്റാർട്ടിക്കയിൽ ദക്ഷിണ ഗംഗോത്രി 84, രണ്ടാമത്തെ പര്യവേഷണ കേന്ദ്രം മൈത്രി 89, മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ഭാരതി 2012. പക്ഷെ അന്റാർട്ടിക്കയിൽ ഒരെണ്ണമേ ഉള്ളൂ, ഹിമാദ്രി. അപ്പോൾ ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേഷണ കേന്ദ്രം 2008 ഹിമാദ്രിയും, ആർട്ടിക്കിലെ ഹിമാദ്രിയും, അന്റാർട്ടിക്കയിൽ 3 എണ്ണം ഉണ്ടായി. അന്റാർട്ടിക്കയിൽ ആദ്യത്തത് ദക്ഷിണ ഗംഗോത്രി. ആദ്യമായി പോസ്റ്റ് ഓഫീസും അതാണെന്ന് പറയുന്നത്. ഇന്ത്യക്ക് വെളിയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്ക എന്നല്ലേ പറയുന്നത്. അന്റാർട്ടിക്കയിൽ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. ഉറപ്പ്. നല്ലൊരു ക്വസ്റ്റ്യൻ. LGSന് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു. അത്ഭുത ലോകം ടൈറ്റാനിയവും അസാധാരണ ലോകം എന്ന് വിളിക്കേണ്ടത് മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനവും ക്വിക്ക് സിൽവർ മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനവും ക്വിക്ക് സിൽവർ ഏതാണ്? മെർക്കുറിയുമാണ്. അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകങ്ങളുടെ അളവുകൾ ആദ്യത്തെ 5 എണ്ണമെങ്കിലും പഠിച്ചിട്ടേ പോകും കേട്ടോ. നൈട്രജൻ 78.08, ഓക്സിജൻ 20.94, 21 തരാം കേട്ടോ. ആർഗൺ 0, സ്ഥാനത്ത് ആർഗൺ ആണ്. പലരും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും. അന്തരീക്ഷ വായുവിൽ 3 സ്ഥാനത്ത് ആർഗൺ ആണ്, 0.934%. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.03, കാർബൺ ഡൈ ഓക്സൈഡ് 0.303. അത് ശ്രദ്ധിച്ചോണേ. ആർഗൺ 3 സ്ഥാനത്തും 4 സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ് 0.0314. നിയോൺ ആണ് 5 സ്ഥാനത്ത് കേട്ടോ, 0.0018. അപ്പോൾ 1 നൈട്രജൻ, 2 ഓക്സിജൻ, 3 ആർഗൺ, 4 കാർബൺ ഡൈ ഓക്സൈഡ്, 5 നിയോൺ. അപ്പോൾ അന്തരീക്ഷ വായുവിലെ ആദ്യത്തെ 5 ഘടകങ്ങളൊന്ന് പഠിച്ചു വെക്കണം. 3 സ്ഥാനം ആർഗൺ, 4 സ്ഥാനം കാർബൺ ഡൈ ഓക്സൈഡ്, 5 സ്ഥാനത്ത് ഏതാണ് അന്തരീക്ഷ വായു? നിയോൺ ആണ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ കാണപ്പെടുന്ന ഒരു മേഘം. ഇത്
ഇല്ല, ഒരു വെറൈറ്റി കണ്ടത് കൊണ്ട് കിട്ടുന്ന ഈ മേഘങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചെമ്മരിയാടിന്റെ നിങ്ങളുടെ പോർഷനിൽ വരുന്നില്ല, ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ഒരു മേഘം ക്യുമിലസ് മേഘങ്ങളും, വെളുത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ഒരു മേഘമുണ്ട് സിറസ് മേഘം. വെളുത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ് മേഘങ്ങളാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകളെ ബർക്കനുകൾ എന്ന് വിളിക്കുന്നു. ഇത് സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണുന്ന മണൽക്കൂനകളെ ബർക്കനുകൾ എന്നും ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെ സിർക്കുകൾ എന്നും വിളിക്കുന്നു. പുതിയ ആൾക്കാർ ഇതൊന്നും പഠിച്ചു വെച്ചിരിക്കണം, എല്ലാവരും പഠിച്ചിട്ടുണ്ട് സീനിയർകാരെ, പക്ഷെ പുതിയ ആൾക്കാർ ഇതൊന്നും കണ്ടു കാണത്തില്ല. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകളെ വിളിക്കുന്ന പേരെന്താണ്? ബർക്കനുകൾ. ചാരുകസേരയുടെ രൂപത്തിൽ താഴ്വരകൾ വരുന്ന കണ്ടിട്ടില്ലേ, അത് സിർക്കുകൾ എന്നറിയപ്പെടുന്നുണ്ട്. എന്നല്ല ക്വസ്റ്റ്യൻ. പ്രധാനപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പർ നമുക്ക് നോക്കാം. നാഷണൽ എമർജൻസി നമ്പർ ആയിട്ട് 112 ആണ്. ഇപ്പൊ ഏത് വന്നാലും നമ്മൾ വിളിച്ചു പറയേണ്ട 112. പിന്നെ ജസ്റ്റ് പോലീസ് 100, ഫയർഫോഴ്സ് 101, ആംബുലൻസ് 102, റോഡ് ആക്സിഡന്റ് എമർജൻസി നമ്പർ 108, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1091. ജസ്റ്റ് ചിലപ്പോൾ ഇതൊക്കെ LGS പരമായി ചോദിച്ചാൽ 1091 വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ, പിങ്ക് പെട്രോളിംഗ് 1515, വനിതാ ഹെൽപ്പ് ലൈൻ ഗാർഹിക പീഡനം 181, ചൈൽഡ് ഹെൽപ്പ് ലൈൻ 1098, വിജിലൻസ് ഹെൽപ്പ് ലൈൻ 1964. അതൊന്നൊന്ന് മെനക്കെട്ടുന്ന ഇച്ചിരി നേരം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ 1098 ആണ്. ഓക്കെ, ഇനി ഇത് താഴെ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ എന്താ വരുന്ന, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഗാനിമീഡാണ്. ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഗാനിമീഡാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ശനിയുടെ ടൈറ്റൻ ആണ്. അപ്പൊ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഗാനിമീഡും ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ശനിയുടെ ടൈറ്റനുമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഉപഗ്രഹം കാലിസ്റ്റോ, വ്യാഴത്തിന്റെ തന്നെ കാലിസ്റ്റോ എന്ന് വിളിക്കുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം കണ്ടോ, ചൊവ്വയുടെ ഡീമോസ്. അപ്പൊ നല്ല പോർഷൻ. ഓക്കെ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഗാനിമീഡ്, രണ്ടാമത്തെ സ്ഥാനം ശനിയുടെ ടൈറ്റൻ, മൂന്നാം സ്ഥാനം വ്യാഴത്തിന്റെ തന്നെ കാലിസ്റ്റോ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ചൊവ്വയുടെ ഡീമോസ് ആണ്, അല്ലെ? ഡീമോസ് ആണ്. നമ്മുടെ 5ാം സ്ഥാനമാണ് നമ്മുടെ ഭൂമിക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമിയും ഏറ്റവും കുറഞ്ഞത് ശനിയുമാണ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 പേരില്ലേ, പച്ച, നീല, ചുവപ്പ്. എളുപ്പം ഉണ്ടായിട്ടാണ് ഞാനങ്ങ് വായിച്ചു വന്നേ. പ്രാഥമിക ചായക്കൂട്ടുകൾ മഞ്ഞ, മജന്ത, സിയൻ. തൊണ്ട എന്തോ ഒരു ഇതായി മാറിയത് കൊണ്ടാണ് ഞാനൊന്ന് ഇച്ചിരി സൗണ്ട് കുറച്ചിരിക്കുന്നത്. പ്രാഥമിക ചായക്കൂട്ടുകൾ മഞ്ഞ, മജന്ത, സിയാൻ കേട്ടോ. ചായക്കൂട്ടുകൾ ദ്വിതീയ വർണ്ണങ്ങളായിട്ട് പറയുന്നത് ഉണ്ട്. പ്രാഥമിക വർണ്ണമെന്നും പ്രാഥമിക ചായക്കൂട്ടും എന്ന് ചോദിച്ചാൽ രണ്ടാണ് എഴുതണ്ടേ, അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം എഴുതി കാണിച്ചിരിക്കുന്നത് കേട്ടോ. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ദേശീയ പാർക്ക് ഏത് എന്ന് ചോദിക്കാം. ഒഡീഷയിലെ നന്ദൻകാനൻ ദേശീയ പാർക്ക്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ദേശീയ പാർക്ക് ഏതാണ്? ഒഡീഷയിലെ നന്ദൻകാനൻ ദേശീയ പാർക്ക്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന ദേശീയ പാർക്ക് ആസാമിലെ കാസിരംഗ ദേശീയ പാർക്ക്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്നത് എവിടെയാണ്? ആസാമിലെ കാസിരംഗ ദേശീയ പാർക്ക്. ബംഗാൾ കടുവകളെ കാണപ്പെടുന്ന ദേശീയ പാർക്ക് മനാസ്. റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്നത് ആസാമിലെ മനാസ് ദേശീയ പാർക്ക്. ഹിമപ്പുലികളെ കാണപ്പെടുന്നത് ഹെമിസ് ദേശീയ പാർക്ക്, ലഡാക്ക്. സിംഹങ്ങളെ കാണപ്പെടുന്നത് ഗിർ ദേശീയ പാർക്ക്, ഗുജറാത്ത്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗിർ സിംഹങ്ങളെ കാണപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പാർക്ക് ഏതാണ്? ഗിർ ദേശീയ പാർക്ക്, ഗുജറാത്ത്. ദേശീയ പാർക്കൊക്കെ പിന്നീട് ഒരു ദിവസം ഡീപ്പായിട്ട് പറഞ്ഞുതരാം. ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് മൊത്തം 11 സംസ്ഥാനങ്ങളും 7 രാജ്യങ്ങളും അതിർത്തികൾ പങ്കിടുന്നുണ്ട്. അപ്പൊ ഹിമാലയം 11 സംസ്ഥാനങ്ങളുമായിട്ട് പോകുന്നുണ്ട്, 7 രാജ്യങ്ങളുമായിട്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡും രണ്ടാമത്തെ ആസൂത്രിത നഗരം ഗുജറാത്തിലെ ഗാന്ധിനഗറുമാണ് കേട്ടോ. ഗുജറാത്തിലെ ഗാന്ധിനഗർ. പക്ഷെ ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്ന് ചോദിച്ചാൽ ജംഷഡ്പൂരാ പറയണ്ടേ. ഉരുക്ക് നഗരം, ഇന്ത്യയുടെ ഉരുക്ക് നഗരം ജംഷഡ്പൂർ അല്ലേ, അതൊക്കെ പറയണ്ടേ. ഇനി ഇന്ത്യയിൽ നടന്ന ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാ സിംല ഡെപ്യൂട്ടേഷനും സിംല കോൺഫറൻസും. അത് തിരിഞ്ഞു പോരുത് ഹാളിൽ ചെല്ലുമ്പോൾ. സിംല ഡെപ്യൂട്ടേഷൻ നടത്തിയത് 1906 മിൻഡോ സെക്കൻഡ് ആണ്. സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് 1945 വേവൽ പ്രഭു ആണ്. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന വൈസ്രോയിയായ വേവൽ പ്രഭു. അപ്പോൾ സിംല ഡെപ്യൂട്ടേഷൻ 1906 സിംല കോൺഫറൻസ് 1945 വേവൽ പ്രഭു. നമുക്കൊരു സിംല കരാറുണ്ട് അല്ലേ, എപ്പോഴും ചോദിക്കുന്ന. 1972 ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലുള്ള സിംല കരാർ 72.
അടുത്തൊക്കെ പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരുടെ? സ്വാമി വിവേകാനന്ദനും. പ്രബുദ്ധ കേരളം എന്ന പത്രം ആഗമാനന്ദ സ്വാമികളും. ബഹിഷ്കൃത ഭാരതം എന്ന പത്രം BR അംബേദ്കറുമാണ്. മൂന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൊടുത്തോണം. പ്രബുദ്ധ ഭാരതം സ്വാമി വിവേകാനന്ദൻ, പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമികൾ, ബഹിഷ്കൃത ഭാരതം ആരുടെയാണ്? BR അംബേദ്കർ ആണ്. മലയാളി മെമ്മോറിയൽ ഒന്ന് പഠിച്ചു നോക്കിയുടെ. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് ആരാ? ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ളയാണ്. മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. പക്ഷെ മലയാളി മെമ്മോറിയൽ എഴുതിയത് CV രാമൻ പിള്ള. മലയാളി മെമ്മോറിയലിന്റെ നേതാവ് GP പിള്ള തന്നെയാണ്. അപ്പം മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ, രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ള, മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ എഴുതിയത് ആരാണ്? CV രാമൻ പിള്ളയാണ് അല്ലെ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാരാ? ബാരിസ്റ്റർ GP പിള്ള. എത്ര പേര് ഒപ്പുവെച്ചു? 1028 പേർ ഒപ്പുവെച്ചു. എന്നാ സമർപ്പിച്ചത് 1891 ജനുവരി 1 ആർക്ക് കൊടുത്തു? ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ചു. 1891 ജനുവരി 1 ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ചു. ആ സമയത്ത് ദിവാൻ ടി രാമറാവു ആണ്. ഇതെടുത്ത് പഠിച്ചേക്കണം കേട്ടോ. പ്രധാന ആവശ്യം തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം. ഇത് കേൾക്കുമ്പോൾ പലരും നിവർത്തന പ്രക്ഷോഭമാണെന്ന് പറഞ്ഞ് എഴുതി വെക്കും. അല്ല, തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട മെമ്മോറിയൽ ഏതാണ്? അതാണ് നമ്മുടെ മലയാളി മെമ്മോറിയൽ. 1891 അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഇനി തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. കുട്ടനാട്ടിലെ നെല്ല് കൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച ഒരു ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് 1975. അപ്പൊ കുട്ടനാട്ടിലെ നെല്ല് കൃഷിയിൽ ഉപ്പുവെള്ളം തടയുന്ന, ഈ വരി വേണം, ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിൽ വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചത് തണ്ണീർമുക്കം ബണ്ട്. അപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേയും വേമ്പനാട്ട് കായലിലാണല്ലോ. കുട്ടനാട്ടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണേതാ? തോട്ടപ്പള്ളി സ്പിൽവേ. 1954 പണി പൂർത്തീകരിച്ചത് 1955. പണി പൂർത്തീകരിച്ചത് 55. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്കറിൻ, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയാൻ. കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്കറിൻ, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? അക്കമ്മ ചെറിയാനാണ്. കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്ന് വിളിക്കുന്നത് അക്കമ്മ ചെറിയാനെ. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത്, ഇതും പരീക്ഷയ്ക്ക് ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ, ഗാന്ധിജി ആയിരുന്നു. അപ്പൊ കേരളത്തിന്റെ ഝാൻസി റാണിയും കേരളത്തിന്റെ ആനി മസ്കർ ആണെങ്കിൽ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നും കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നും വിളിക്കുന്നത് അക്കമ്മ ചെറിയാനെയാണ്. അക്കമ്മ ചെറിയാനെ